നോ 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 നമ്മൾ എപ്പോഴും തെറ്റിച്ച് പറയുന്ന ഒരു സാധനമാണിത്. പേര് പോലെ തന്നെ ഹൈ സ്പീഡിൽ ഓടുന്ന കാറിൻ്റെ നാച്ചുറൽ എയർ ഫ്ലോനെ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഹൈ സ്പീഡിൽ കാർ പോവുകയാണല്ലോ, അപ്പോൾ ആ വണ്ടീൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിൽ മുതൽ ഓരോ മില്ലി സെക്കൻഡിലും ഒരു ചെറിയൊരു വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നു. ഈ കാർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ ഈ വാക്യൂത്തിലേക്ക് ഈ എയർ എത്തുമ്പോൾ അവിടെ ഒരു ടർബുലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വോർട്ടെക്സ് പോലത്തെ ഒരു എയർ ഫ്ലോ അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇത് ആ കാറിൻ്റെ ഡ്രാഗ് കൂട്ടും. തൽക്കാലം നമുക്കൊരു വലിവ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ഈ കാറിൻ്റെ ബാക്കിലേക്ക് ഒരു സ്പോയിലർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ബൂട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റുള്ള താഴേക്ക് പോകുന്ന ആ ഒരു വോർട്ടെക്സ് ആയിട്ടുള്ള എയർ ഫ്ലോ കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്കായിട്ട് താഴേക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്ത തരത്തിൽ അവിടെ പോകും. ഇത് ആ കാറിൻ്റെ ഡ്രാഗിനെ കുറച്ചുകൂടി കുറയ്ക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ കാറിൻ്റെ മാനുവറിങ്ങിന് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരിക്കും. ഇതിനാണ് സിമ്പിളായിട്ട് സ്പോയിലർ ഉപയോഗിക്കുന്നത്. ലോകത്ത് പല തരത്തിലുള്ള സ്പോയിലേഴ്സ് ഉണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ലിപ് സ്പോയിലർ, പെഡസ്റ്റൽ സ്പോയിലർ, പോർഷയിലൊക്കെ ഉപയോഗിക്കുന്ന ഡക്ടൈൽ സ്പോയിലർ, വളരെ റയർ ആയിട്ടുള്ള വെയിൽ ടെയിൽ സ്പോയിലർ, അങ്ങനെ പലതരത്തിലുള്ളത്. സ്പോയിലർ നമുക്ക് ഏത് ഷേപ്പിലും ഉണ്ടാക്കാം. ഓൾമോസ്റ്റ് എല്ലാ സ്പോയിലറും ഏറെക്കുറെ ഒരേപോലെ തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച സാധനം അതാണ് റിയർ വിങ്. പിറകിൽ വയ്ക്കുന്നതുകൊണ്ട് റിയർ വിങ്. ഇത് എയർ ഫ്ലോ നമ്മൾ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മോർ ഡൗൺ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റേസ് കാറുകളിലൊക്കെയാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഹൈ സ്പീഡിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ലിഫ്റ്റ് കുറയ്ക്കാനും പിന്നെ നേരത്തെ പറഞ്ഞ ഡ്രാഗ് കൂട്ടാനും കുറയ്ക്കാനും, പ്രത്യേകിച്ച് കോർണറൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് റിയർ വിങ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സ്പോയിലർ പോലെ ചുമ്മാ അങ്ങനെ ഡിസൈൻ ചെയ്യാനൊന്നും പറ്റില്ല. ഓരോ ഇഞ്ചുകളും ഓരോ കോണുകളും വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കി ഡിസൈൻ ചെയ്തുകൊണ്ട് മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിലുള്ള ഓരോ സ്ക്വയർ ഇഞ്ച് പോലും അത്രയും വ്യത്യാസം അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. കാർ റേസിങ്ങിൽ ഓരോ മില്ലി സെക്കൻഡും സ്വർണ്ണത്തിൻ്റെ വിലയാണെന്ന് നമുക്കറിയാലോ. വിങ്ങുകൾ പൊതുവെ പാസീവായിട്ടാണ് ഉള്ളത്. ആക്റ്റീവ് റിയർ വിങ്ങുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. അതുകൂടാതെ ഇതിൽ രണ്ടിലും പെടാത്തവയുണ്ട്. അതിനെക്കുറിച്ച് പിന്നെ ആവട്ടെ. ഇതുപോലത്തെ വീഡിയോകൾക്കായിട്ട് ഫോളോ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിലൂടെ അൽഗോരിതത്തിന് അത് കൂടുതൽ ഹെൽപ്ഫുൾ ആകും.